ഹേ ഓൾ, ഇതാ ഞങ്ങളുടെ ഫൈനൽ ഐവി വന്നെത്തി. ഹൈദരാബാദിലേക്കാണ് പോണത്, 5 days. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ ഒരു 9:00-ക്കാണ് ട്രെയിന് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എല്ലാവരും. ഫസ്റ്റ് ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് സീൻ ഉണ്ടായിരുന്നു, സീറ്റൊന്നും സെറ്റ് ആവാണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. ഞങ്ങൾ യൂനോ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് 25 hours ട്രെയിനിൽ ഉണ്ട് ജേണി. അപ്പോൾ ഞങ്ങൾ അവിടെ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ഓരോന്നും കാട്ടി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചിരുന്നിട്ടും ഫ്രണ്ട്സ് പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, ടൈം പോകുന്നതേ അറിയില്ല. പിന്നെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരമൊക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതാ ട്രെയിനിൽ ഞാൻ ജേണി സ്റ്റാർട്ട് ചെയ്തു. നൈറ്റത്തെ ഫുഡ് ഞാൻ കൊടുക്കുന്നതാണ്, മുട്ട റോസ്റ്റും ചപ്പാത്തിയൊക്കെ. ചപ്പാത്തി മുട്ട എടുത്തോ. മമ്മിജി കഴിച്ചെടുക്കാം. നല്ല രസമുണ്ട്. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. ചപ്പാത്തി വെച്ചാൽ നല്ല ടേസ്റ്റ്. ചപ്പാത്തി മുട്ടയുണ്ടാ? ചപ്പാത്തി അല്ല, ചപ്പാത്തി മുട്ട. മുട്ട നന്നായിട്ടുണ്ട്. അതെന്താ? അവർക്കൊക്കെ ഉമ്മ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റും ചപ്പാത്തിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബാക്കിയുള്ളവരും ഇതായിരുന്നു കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഉറങ്ങാനുള്ള വേണ്ടിയിട്ട് നോക്കുകയാണ്. സീറ്റ് സെറ്റാക്കലും ഒക്കെ ആയിരുന്നു. ബാക്കി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഹേ ഓൾ, ഇതാ ഞങ്ങളുടെ ഫൈനൽ ഐവി വന്നെത്തി. ഹൈദരാബാദിലേക്കാണ് പോണത്, 5 days. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ ഒരു 9:00-ക്കാണ് ട്രെയിന് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് എല്ലാവരും. ഫസ്റ്റ് ട്രെയിനിൽ കയറിയപ്പോൾ കുറച്ച് സീൻ ഉണ്ടായിരുന്നു, സീറ്റൊന്നും സെറ്റ് ആവാണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. ഞങ്ങൾ യൂനോ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് 25 hours ട്രെയിനിൽ ഉണ്ട് ജേണി. അപ്പോൾ ഞങ്ങൾ അവിടെ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ഓരോന്നും കാട്ടി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചിരുന്നിട്ടും ഫ്രണ്ട്സ്